നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഉദ്യോഗസ്ഥ തലപ്പത്തും അതോടൊപ്പം തന്നെ പിന്നീട് ഈ ഭരണതലപ്പത്തും അങ്ങനെ രണ്ടിടങ്ങളിലും ഇരുന്ന വ്യക്തിയാണ്. ഈ ചട്ടങ്ങൾ, അതുമായി ബന്ധപ്പെട്ട മാനുവൽ അതെല്ലാം നന്നായി അറിയാവുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇതൊരു ജാഗ്രതക്കുറവേ അല്ല, മറിച്ച് ഈ തട്ടിപ്പിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം. സ്വർണത്തെ ചെമ്പാക്കിയ എൻ വാസു അറസ്റ്റിലാകുമ്പോൾ അങ്ങനെയല്ലേ വായിക്കേണ്ടത് എസ് വിജയകുമാർ? ഉന്മേഷ്, വാസു 2 തവണ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം പ്രസിഡന്റ് ആവുകയും ചെയ്തു. ഈ കമ്മീഷണർ ആയിരുന്ന സമയത്തും പ്രസിഡന്റ് ആയിരുന്ന സമയത്തും ദേവസ്വം ബോർഡിലെ ഏറ്റവും കരുത്തരായ ഉദ്യോഗസ്ഥനും ഏറ്റവും കരുത്തനായ പ്രസിഡന്റുമായിരുന്നു വാസു. സർക്കാരുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം തന്നെയായിരുന്നു ആ കരുത്തിന് ആധാരമായി നിന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കൂറ്, സർക്കാരിലുള്ള സ്വാധീനം, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കരുത്തിന് നിദാനമായി നിന്നത്. അത്തരമൊരു ഉദ്യോഗസ്ഥനും അത്തരമൊരു പ്രസിഡന്റുമായിരുന്നു വാസു. അദ്ദേഹത്തിന് ചട്ടങ്ങൾ അറിയാം, ദേവസ്വം ബോർഡിലെ കാര്യങ്ങളുടെ നടപടിക്രമങ്ങൾ അറിയാം, എന്ത് വീഴ്ച സംഭവിച്ചാൽ എവിടെയാണ് അത് റിപ്പോർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൽ നടപടിയെടുക്കേണ്ടത് എന്നതൊക്കെ അറിയാം. അതൊക്കെ അറിയാത്ത ആളല്ല ഈ ദേവസ്വം കമ്മീഷണറും പിന്നീട് പ്രസിഡന്റുമായ വാസു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അവിടെ നടത്തിയ ഇടപെടൽ മുഴുവൻ ഏതെങ്കിലും അറിവില്ലായ്മ കൊണ്ട് നടത്തിയ ഇടപെടലല്ല, എല്ലാം അറിയാമായിരുന്ന ഒരാൾ നടത്തിയ ഇടപെടൽ തന്നെയാണ്. ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിന്റെ പല ഘട്ടങ്ങളിലും SIT ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി വാസുവിന് പറയാൻ കഴിയാത്തതും അദ്ദേഹം അവിടെ നടത്തിയ ഇടപെടലുകൾ അത് നിയമവിരുദ്ധമായിരുന്നു എന്ന് നല്ല ബോധ്യം അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പല ചോദ്യങ്ങളോടും പ്രതികരിക്കാൻ കഴിയാതെ വരുന്നതും. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ സ്വാധീനിക്കാവുന്ന ആളുകളെ മുഴുവൻ സ്വാധീനിച്ചിരുന്നു എന്ന് തന്നെയല്ല, അവരുമായി ചേർന്ന് വലിയ ഗൂഢാലോചന നടത്തിയിരുന്നു. അതിൻ്റെ കണ്ണുകളാണ് നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന വാസു ആണെങ്കിലും മുരാരി ബാബു ആണെങ്കിലും ബൈജു ആണെങ്കിലും ഒക്കെ ഈ ഉദ്യോഗസ്ഥരും ഒക്കെ അതിൻ്റെ കണ്ണുകളായിരുന്നു. അപ്പോൾ ഇവരൊക്കെ അതിൽ ഇടപെട്ടതിൻ്റെ പ്രത്യുപകാരം എന്തായി, അവർക്ക് എന്ത് കിട്ടി എന്നതൊക്കെയാണ് ഇനിയും SITയുടെ പരിശോധനയിൽ വരുന്നത്. ഇനിയിപ്പോൾ അത് പ്രത്യുപകാരമാണോ അല്ലയോ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് അവിടെ നടത്തിയ ഇടപെടലുകൾ, അവിടെ നടത്തിയ വലിയ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നത് തന്നെയാണ് ഇവർക്കെതിരായ ഏറ്റവും വലിയ ആരോപണം, ഏറ്റവും വലിയ കുറ്റം അത് തന്നെയാണ്. അതിലേക്കുള്ള തെളിവുകളാണ് ഈ ചോദ്യം ചെയ്യലിൻ്റെ പല ഘട്ടങ്ങളിലായി വാസുവിനെതിരെ ഒപ്പമുണ്ടായിരുന്ന ആ സമയത്തെ ഉദ്യോഗസ്ഥരൊക്കെ നൽകിയത്. ഇപ്പോൾ ഈ മുരാരി ബാബു ഒക്കെ പറയുന്നയാൾ അവിടെ തക്കോൽ സ്ഥാനങ്ങളിൽ ജോലി ചെയ്ത ആളുകളാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലും അവിടെ ഒരു ഇടത്തരം ഉദ്യോഗസ്ഥരാണെങ്കിലും അദ്ദേഹം ശബരിമലയിൽ പ്രത്യേക ചുമതല വഹിച്ചിട്ടുണ്ട് 2 സമയങ്ങളിൽ. 2024 വരെ അദ്ദേഹം ആ ചുമതലയിൽ അവിടെ തുടർന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരും ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡിലെ ഉയർന്ന അംഗങ്ങളും പ്രസിഡന്റും ഒന്നും അറിയാതെ ഈ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുമോ? ഇനിയിപ്പോൾ വാസുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നേരിട്ട് പങ്കില്ല എന്ന് അദ്ദേഹം പറയുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന മുരാരി ബാബുവിന് അത് സ്വർണം ചെമ്പാണ് എന്ന് എഴുതാൻ ധൈര്യം കിട്ടിയത് എവിടുന്നാണ്? അപ്പോൾ അത്തരം സ്വർണം ചെമ്പാവുന്ന രാസവിദ്യ ഉദ്യോഗസ്ഥർ നടപ്പാക്കുമ്പോൾ അതിന് മൂകസാക്ഷിയായി എങ്ങനെയാണ് ദേവസ്വം കമ്മീഷണർ നിൽക്കാൻ കഴിയുന്നത്? അപ്പോൾ ദേവസ്വം കമ്മീഷണർ പോലെ ഉന്നത ഉദ്യോഗസ്ഥർ പിന്തുണയ്ക്കാതെ എങ്ങനെയാണ് മറ്റ് താരതമ്യേന ജൂനിയറായ ഇടത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഈ നിലയിൽ എഴുതാൻ കഴിയുന്നത് എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഒരു ഉത്തരവും അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്നില്ല. തന്നെയുമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു മെയിൽ അയക്കുന്നു. ആ മെയിലിൽ ശബരിമലയിലെ സ്വർണത്തിൻ്റെ ബാക്കിയുള്ളത് ഒരു നിർധന പെൺകുട്ടിയുടെ വിവാഹത്തിന് നൽകിക്കോട്ടെ എന്ന് ചോദിക്കുന്നു. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ദ്വാരപാലക പാളികളിലെ ശില്പങ്ങളിലെ മിച്ചം വന്ന സ്വർണം, അല്ലെങ്കിൽ കട്ടിളപ്പാളിയിൽ മിച്ചം വന്ന സ്വർണം, ഇതെങ്ങനെയാണ് മിച്ചം വരുന്നത് എന്ന സാമാന്യ യുക്തിക്ക് വരുന്ന ചോദ്യമല്ല. അദ്ദേഹം അത് അവിടെ ചോദിച്ചില്ല എന്ന് തന്നെയല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2024 വീണ്ടും ഏതാണ്ട് ഇതേ പ്രോസസ്സിലൂടെ ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ 2019 കണ്ടിട്ടും മിണ്ടാതിരുന്നു. പിന്നീട് അദ്ദേഹം പ്രസിഡന്റായി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഒരു നടപടിയും ഒരിടത്തും ഉണ്ടാകുന്നില്ല. ദേവസ്വം വിജിലൻസിലേക്ക് ഒരു പരാതി പോകുന്നില്ല, അല്ലെങ്കിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, കോടതിയെ അറിയിക്കുന്നില്ല. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്, ഇതിനൊക്കെ കുട പിടിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നതും കൂടി പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അങ്ങനെ കുട പിടിച്ചു കൊടുത്തിട്ടുണ്ടാകാനുള്ള സാധ്യതയിലേക്കാണ് SITയുടെ റിമാൻഡ് റിപ്പോർട്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മറ്റൊന്ന്, കോടതി തന്നെ ഈ 2 ബോർഡുകളെ വളരെ കൃത്യമായി വിമർശിച്ചിട്ടുണ്ട്. അതിൽ 2019 ബോർഡിനെ പറ്റി പറയുന്നുണ്ട്, 2024 ഇപ്പോഴുള്ള ബോർഡിനെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ ബോർഡുകളുടെ ഇടപെടൽ, അതിന് തലപ്പത്തുള്ളവരുടെ ഇടപെടൽ ഏതാണ്ട് കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ തെളിവുകളുടെ ഒരു കൂമ്പാരം തന്നെ ഉദ്യോഗസ്ഥർക്കും ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തുള്ളവർക്കും എതിരെ ഉണ്ട്. അതിലേക്കാണ് ഈ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഉണ്ടായ ഉദ്യോഗസ്ഥ തലത്തിലെ അറസ്റ്റ് പോലെയല്ല ഈ വാസുവിൻ്റെ അറസ്റ്റ്. അതിന് കുറെ കൂടി
ഗൗരവ സ്വഭാവം ഉണ്ടാകുന്നുണ്ട്. ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. രാഷ്ട്രീയം വലിയ തോതിൽ ചർച്ച ചെയ്യുകയാണ്. ശബരിമല ഒരു പ്രധാനപ്പെട്ട വിഷയമായി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരികയാണ്. സ്വർണ്ണക്കൊള്ളക്കാർക്കെതിരായ ജനവിധി ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും അല്ലെങ്കിൽ മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഒക്കെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ആ സർക്കാരിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനും ആ സർക്കാരിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഈ കേസിൽ ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ടപ്പോൾ SITയുടെ പിടിയിലാകുന്നു. അപ്പോൾ ആ നിലയിലുള്ള രാഷ്ട്രീയ പ്രാധാന്യം ഗൗരവം ഇതിനുണ്ടാകുന്നുണ്ട്. ഇതുവരെയുള്ള അറസ്റ്റ് പോലെയല്ല ഈ അറസ്റ്റ് എന്നതും ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് അന്വേഷണ സംഘം എത്തുന്നു. അതിന്റെ ആദ്യ അറസ്റ്റാണ് വാസു. ഇനി ആര് എന്ന ചോദ്യം ബാക്കിയുണ്ട്. പല പേരുകൾ വരുന്നുണ്ട്. കോടതി തന്നെ പല പേരുകളും പറയാതെ പറയുന്നുണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ അന്വേഷണ സംഘത്തിന് നീങ്ങാതെ തരമില്ല. കോടതിയിലാണ് റിപ്പോർട്ട് നൽകേണ്ടത്. ഇടക്കാല റിപ്പോർട്ട് 2 എണ്ണം നൽകി. ഇനിയും കോടതിയിലാണ് നൽകേണ്ടത്. കോടതിയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കോടതിയിലാണ് SIT ഉത്തരം പറയേണ്ടി വരുന്നത്. അപ്പോൾ അവിടെ കോടതിയെ ബൈപ്പാസ് ചെയ്യാൻ ആർക്കും കഴിയുകയുമില്ല. ഇനി അഥവാ ആരെങ്കിലും ഇങ്ങനെ ബൈപ്പാസ് ചെയ്താലും കോടതി ഈ വിഷയത്തിൽ മുഴുവൻ വിവരങ്ങളും കോടതിയുടെ പക്കലുണ്ട് എന്ന മട്ടിലാണ് ഈ ബെഞ്ചിലെ ജഡ്ജിമാർ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും തരത്തിൽ ആരെയെങ്കിലും സംരക്ഷിക്കുക അസാധ്യമാണ് എന്നത് നമുക്കറിയാം. അതുകൊണ്ട് ഇനി ആര് എന്ന ചോദ്യമാണ് ബാക്കി. അതും ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് തന്നെയാണ് SIT നീങ്ങുന്നത് എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ വരുന്നത്. അതിന്റെ തുടക്കമാണ് ഈ വാസുവിന്റെ അറസ്റ്റ് എന്നതിൽ തർക്കമൊന്നും ഉണ്ടാകില്ല. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.